അച്ചാണി വ്ലോഗ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് NH212 അപ്പൊ ഇത് കോഴിക്കോട് മുതൽ എവിടെ വരെ അമ്മേ? മൈസൂര് വരെ നീണ്ടു നിൽക്കുന്ന ഒരു NH ആണ് NH212 എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മുത്തങ്ങ ബോർഡർ കഴിഞ്ഞ് നിൽക്കുകയാണ്. മുത്തങ്ങയിലൂടെ ഗുണ്ടൽപേട്ടയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ വളരെയധികം ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം രസമാണ് ഇതൊക്കെ കാണാൻ. ആനകൾ, കുരങ്ങന്മാർ, അതേപോലെ മാനുകൾ ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന അത്രത്തോളം പരമാവധി നമ്മൾ ഈ ഫോറസ്റ്റിനെ വേസ്റ്റോ അതോ ഇട്ട് മലിനമാക്കാതിരിക്കുക. ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിർത്താതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ സേഫ്റ്റി നമ്മളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ എപ്പോഴും നോക്കുക തന്നെ വേണം. അപ്പൊ നമ്മളിവിടെ കർണാടക ബോർഡർ തിരിച്ചു വരണമെങ്കിൽ അത് വേണോ? കേരളം ഇങ്ങനെ പിരിക്കാറില്ല. ഇവർക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും പിരിവാണ്ടില്ലേ? ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഫോറസ്റ്റിലെ എല്ലാ ഭാഗത്തേക്കും നോക്കിക്കോ, ഏതെങ്കിലും മാനിനെയോ ആനേനെയോ കുരങ്ങനെയോ പുലിനെയോ കാണാൻ വേണ്ടി അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആനേനെ കണ്ട് കുരങ്ങന്മാരെ കണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർണാടക ബോർഡറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ 20 രൂപ കൊടുക്കും. തിരിച്ച് വരികയാണെങ്കിൽ കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കർണാടക വണ്ടിക്ക് ഇത് ബാധകമല്ല, അവർക്ക് ഫ്രീ ആണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതേപോലത്തെ മുത്തങ്ങ ഫോറസ്റ്റ് പോലത്തെ സ്ഥലങ്ങളിലൂടെ വരുമ്പോൾ, മൃഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ ആനേനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വന്യമൃഗത്തിനെ കാണുകയാണെങ്കിൽ നമ്മൾ ഹോൺ അടിക്കാതിരിക്കുക. നമ്മൾ പരമാവധി ഹോൺ അടിക്കാതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഹോൺ അടി കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വയലൻ്റ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഹോൺ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെ, രാവിലെ ഓക്സിജൻ കിട്ടുന്നത് രാത്രി ഓക്സിജൻ കിട്ടാണ്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ അത് വെള്ളപ്പൊക്കമായിട്ട് കാരണം മൊത്തം ഒലിച്ചു പോത്തിയും മരങ്ങളൊക്കെ ഉള്ളത്. ബൈക്കേഴ്സ് ഇവർ ബൈക്ക് ഓടിക്കുമ്പോൾ 2 ഭാഗത്ത് ഇൻഡിക്കേറ്റർ ഇടുന്നതിന്റെ സയൻസ് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഏത് കാറിലിട്ടാലോ നല്ലത്. അത് ശ്രദ്ധിച്ചു നോക്കി, ഇടയിൽ വല്ല മൃഗവും വരും. വരികയാണെങ്കിൽ ഒരു മാനോ കാട്ടിയൊക്കെ. ശരിക്കും ഈ ഏരിയത്തെ പുഴേന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ചളിവെള്ളത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണിച്ചിരുന്ന പുഴകൾ അല്ലേ മേ? ഈ കാടിന്റെ പ്രകൃതിന്റെ ഒക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക്, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റായിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാണ് മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന പലതരത്തിലുള്ള പ്രകൃതിയിലെ കാഴ്ചകൾ നമുക്ക് വളരെയധികം കൗതുകം ഉണർത്തുന്ന കാഴ്ചകളായിരിക്കും. നമ്മൾ കർണാടക ഭാഗത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വൃത്തി തന്നെയായിരിക്കും. റോഡിൻ്റെ സൈഡിലൊന്നും ഒരു പ്ലാസ്റ്റിക്കോ വേസ്റ്റോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരതിന് ഈടാക്കുന്ന ആ ഒരു തുക തന്നെയാണ്. അത് റോഡിൻ്റെ സൈഡിൽ നിർത്തിയാലും ഇറങ്ങി ഫോട്ടോ എടുത്താലൊക്കെ അവർ വളരെ വലിയൊരു തുക തന്നെ, മിനിമം പോയ 500 രൂപയ്ക്ക് മേലെ തന്നെ അവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ ഇറങ്ങുന്നില്ല. നമ്മൾ പരമാവധി ഇങ്ങനെ ഇറങ്ങാതിരിക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങളെപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
വലത്തിട്ട് കാറ്റ്. പോകുന്ന വഴിക്ക് ഇടയിലിടയിൽ ആനകളും കൊമ്പനാനകളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ വളരെ രസമാണ്. അപ്പോൾ ഇടയിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ എപ്പോൾ അവരുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഈ ആനകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കൂട്ടത്തോടെ ആയിരിക്കും വരിക. അപ്പോൾ അവർ ഈ കൂട്ടത്തോടെ വന്ന് എവിടെയൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങനെ കാട് കയറാനാണ് പതിവ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ കാണാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗ്യം കൂടിയാണ്. പക്ഷേ ഈ റോഡിൻ്റെ അടുത്തൊക്കെ വന്നവർ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഭാഗ്യക്കേട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത് ഭയങ്കര പ്രശ്നമാണ്. ഈ ചിലവർ ഈ ഹോൺ അടിച്ചു കളയും, അല്ലെങ്കിൽ ചിലവർ ഈ റോഡിൻ്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കും. ഇതൊക്കെ വലിയ മണ്ടത്തരങ്ങളാണ്. ഈ ആനേനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ സൈലൻ്റായിട്ട് വേണമെങ്കിൽ 2-3 വീഡിയോ എടുത്തിട്ട് നമ്മൾ മെല്ലെ ആരെയും ഉപദ്രവിക്കാണ്ട് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിച്ചാണ് നേരത്തെ അല്ല രസത്തിൽ കാണിച്ചത്. ആ പടക്കള അടിപൊളി പടം. പിന്നല്ലാതെ ഇത് രണ്ടാമത്തെ അല്ലേ അതേ ജാഗോറോട് ഈ റൂട്ടിൽ തന്നെ. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര രസമാണ്. മരമൊക്കെ സൈഡിൽ വരും, വേറെ ലെവലാവും. അവിടെ നോക്കി കേട്ടോ. എന്തുണ്ടേ ഓണാക്കി വെക്കുക ക്യാമറ. അവിടെ എന്താ അതാണോ? ഒച്ചുണ്ടാക്കല്ലേ തൊട്ടടുത്താണ്. ഫോൺ അടിക്കല്ലോ. ആനയാണ്. അത് റോഡിലോടേക്ക് നടക്ക് വെച്ചേ. എന്റെ 3-4 വന്നേ ഒരുമിച്ച്. എന്റെ നെഞ്ച് ഇവിടെ എന്തെന്നാ പിരിവുണ്ടാ? ഈ ടീം ഇവിടെ വേറെ കളക്ഷൻ ഉണ്ടാ? കേരളത്തിലേക്ക് പോകുമ്പോഴും പൈസ ഉണ്ട്. നമ്മൾ വിചാരിച്ച് കേരളത്തിലേക്ക് പോകുമ്പോൾ ഇല്ല. മുത്തങ്ങ ഈ ഏരിയയിലേക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. അങ്ങനെ ആ ഫോറസ്റ്റിന്റെ ഏരിയ കഴിഞ്ഞു. ആ ഇല്ല, ഇതാ സൂര്യകാന്തി. ആ ഫോറസ്റ്റ് വിട്ട് ഇവിടെ എത്തി. ഓറഞ്ച് ഇത് മുഖഭാഗം വാടിപ്പോയി. സൂര്യകാന്തി ഒക്കെ വിളവെടുത്തോ?
പറച്ചു കറക്റ്റ് ഫ്രെയിമിലാ ഉണങ്ങിയ സാധനം. ചേട്ടാ കൂടുതലുള്ളത് ആ ചെക്ക് പോസ്റ്റ് വരെ പോവാ. ആ ചെക്ക് പോസ്റ്റ് അല്ല, ചെണ്ടുമല്ലി കപ്പ് കൊറേ ഉണ്ട്. ഓറഞ്ച് ഇവിടെ ഒരു പാടത്തിന്റെ സോണാണ്. കുറ്റിയടി പശുക്കൾ ചെണ്ടുമല്ലി സൂര്യകാന്തിക പൂ കണ്ടാൽ തോട്ടത്തിലാണ്. പക്ഷെ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ മരത്തിന്റെ പൂ കണ്ടാൽ സൂര്യകാന്തികം ആ അതിന്റെ ഇടയിൽ കൂടെ അടിപൊളിയുണ്ട്. വൃത്തിയുണ്ട്. അപ്പോൾ നമ്മൾ ആ മുത്തങ്ങ ഫോറസ്റ്റ് സോണൊക്കെ ക്രോസ് ചെയ്ത് ഗുണ്ടൽപേട്ട കയറി. കർണാടക അടിപൊളി. ഈ സൂര്യകാന്തി പൂവിൻ്റെ ഒക്കെ തോട്ടം ഭയങ്കര കുറവാണ് ഇവിടെ. ഇവിടെ അധികമുള്ള ചെണ്ടുമല്ലിയൊക്കെ പോവാം. പിന്നെ ഉള്ള സൂര്യകാന്തിയൊക്കെ ആണെങ്കിൽ വാടിപ്പോയി. കുറച്ചൊക്കെ ഉണ്ട്. കണ്ടോ, അധികമുള്ള ഇതാണ് ചെണ്ടുമല്ലിയാണുള്ളത്. ഓറഞ്ച് ചെണ്ടുമല്ലി. വന്ന വൈബ് കിട്ടിയാ ഫോട്ടോ എടുക്കാൻ 20 രൂപ കറക്റ്റ്. ഒരാൾ കയറി അടിപൊളി. ഇങ്ങനെ നീണ്ടു പറഞ്ഞ് കിടക്കാറ്. കിച്ചാണി അടുത്തേക്ക് അടിപൊളി ഷോട്ട്. ഞങ്ങളെയും കൂടെ എടുക്കാം. മോനെ നിങ്ങൾ അങ്ങോട്ട് നടക്ക്. നിങ്ങൾ എന്നെ ക്രോസ് ചെയ്ത് നടക്ക്. കിച്ചാണി ഇങ്ങോട്ട് നോക്കി ചിക്കി. നല്ല മഴ ഉണ്ട്. നല്ല മഴ മീൻസ് ചാറ്റൽ മഴ ഉണ്ട് അല്ലേ? കച്ചമ്പോട്ട് വന്നോളൂ. കിച്ചാടി ഏയ് അപ്പോ പോവാം കിച്ചാടി പോവാം. ഓക്കെ പോ. മഴ സെൽഫ് എടുത്തോ. സൂര്യകാന്തി പാടം. സൂര്യകാന്തി പാടത്തിന് നല്ല മഴയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ആക്കിയിട്ട് അങ്ങ് അവസാനിക്കുകയാണ്. തിരിച്ചു പോകുന്നതും കൂടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും നിൽക്കൂല. അപ്പോൾ ഓക്കെ, സംഭവം ചെറുതായിട്ട് ലോങ് ആയിട്ടുണ്ട് തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വണ്ടി